തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെല്ലാം തീർത്തും സ്വപ്ന ലോകത്തു നിന്നും താഴെ എത്തും മുന്നേ തന്നെ ഈ ലോകത്തോട് വിട പറയാനിരുന്ന ഗോപികയുടെ വിധിയെക്കുറിച്ചാണ് എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നത്. പ്രതീക്ഷയോടെ കാത്തിരുന്ന ജീവിത സൗഭാഗ്യങ്ങൾ ഗോപികയെ തേടി എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് വെള്ളടി പോലെ ദുരന്തമെത്തിയത്. 11 ദിവസം മുൻപ് ജന്മം കൊടുത്ത പൊന്നുമകളെ കണ്ട് കൊതി തീരാതെയും ജീവിതാഭിലാഷമായ സർക്കാർ ജോലി പ്രവേശിച്ച് ഒരു ദിവസത്തിലേറെ ജോലി ചെയ്യാനാകാതെയും മോഹങ്ങളും സ്വപ്നങ്ങളും ബാക്കി വെച്ച് ഗോപിക ഇതാ യാത്രയായിരിക്കുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ വാഹനാപകടത്തിന്റെ രൂപത്തിലാണ് ഗോപികയെ തേടി ഈ മരണം എത്തിയത്. തകർന്നു പോയതാവട്ടെ ഒരു സാധാരണ കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളും പ്രതീക്ഷയും സന്തോഷവും എല്ലാം തന്നെയായിരുന്നു. പത്തനംതിട്ട ഏനാത്തിന് സമീപം MC റോഡിൽ വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന കാറപകടമാണ് ഗോപികയുടെ ജീവനെടുത്തത്. ഗോപികയ്ക്ക് 27 വയസ്സായിരുന്നു. 2 ദിവസം മുൻപാണ് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചത്. പ്രസവത്തിന് തൊട്ടു പിന്നാലെയാണ് ഗോപികയ്ക്ക് സർക്കാർ ജോലിയുടെ നിയമന ഉത്തരവ് ലഭിച്ചത്.